Hi friends, welcome to Smita's Mind Master English Special Classes. നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കുകയാണ്, വർക്കൗട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പഠിച്ചങ്ങ് പോയാൽ മതി. കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് കുറച്ച് ഗ്രാമർ ക്വസ്റ്റ്യൻസും ഉണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇഡിയം മീൻസ് സംതിങ് വിച്ച് കോസസ് ക്വാറൽ. ഇത്രയേ ഉള്ളൂ. ക്വാറൽ എന്നർത്ഥമാകുന്നത്, ക്വാറലിന് കാരണമാകുന്നത് എന്നർത്ഥമാകുന്ന താഴെ പറയുന്നതിൽ ഏതാണ്? അപ്പോൾ ഈ 6 എന്താന്ന് നമുക്ക് പഠിക്കാം. സോറി, 4 എന്താന്ന് പഠിക്കാം. ഒപ്പത്തിൽ ഇതിന് ആൻസറും പഠിക്കാം. ആൻസർ ഇതാണ്: ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് തർക്കത്തിന് കാരണമായത് എന്നർത്ഥമാണ് കേട്ടോ. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് വഴക്കിന് കാരണമായത് എന്നർത്ഥം വരുന്നത് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്നാണ്. ഇനി അറ്റ് 6s and 7s എന്ന് വെച്ചാൽ എന്തുവാ? ഇൻകംപ്ലീറ്റ് ഡിസോർഡർ, ഡിസോർഡറിലായിരിക്കുക എന്ന അവസ്ഥയ്ക്കാണ് അറ്റ് 6s and 7s. ഓക്കെ, അറ്റ് ആൻ ആംസ് ലെങ്ത്, അറ്റ് ആൻ ആംസ് ലെങ്ത് എന്ന് പറയണം, അതാ കറക്റ്റ്. അകറ്റി നിർത്തുക, നമ്മൾ ഒരു കൈ അകലത്തിൽ എന്ന് പറയത്തില്ല, ഒരു കൈ അകലത്തിൽ നിർത്തുക എന്ന് പറയത്തില്ലേ, അതാണ് അകറ്റി നിർത്തുക, അല്ലെ അകല സൂക്ഷിക്കുക എന്നൊക്കെയാണ്. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് പറഞ്ഞു എ ക്യാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അടിയും പിടിയും കടിയും പിടിയാണ് അല്ലെ. ക്യാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. എ ലൈഫ് ഇൻ വിച്ച് പാർട്ട്നേഴ്സ് ആർ കോൺസ്റ്റന്റ്ലി ഓർ ഫ്രീക്വന്റ്ലി ക്വാറലിംഗ്, എപ്പോഴും അടിയും പിടിയും ഒരു ജീവിതം. ദെൻ ഷീ ഈസ് ഇൻ ദ ഫാമിലി വേ മീൻസ് എന്തോ അതിന്റെ അർത്ഥം? ഷീ ഈസ് ഇൻ ദ ഫാമിലി വേ എന്ന് പറഞ്ഞാൽ ഷീ ഈസ് ഗെറ്റിംഗ് മാരിയേഡ്, ഷീ ലവ്സ് ഹെർ ഫാമിലി, ഷീ ഈസ് ഇൻ സെർച്ച്, ഷീ ഈസ് എന്തോ മിസ്റ്റേക്ക് ആണത്, ഷീ ഈസ് പ്രഗ്നന്റ്. ഇത്രേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ ഷീ ഈസ് പ്രഗ്നന്റ് ആണ്. ഓക്കെ, ഷീ ഈസ് പ്രഗ്നന്റ് എന്നാണ്. ഷീ ഈസ് ഇൻ ദ ഫാമിലി വേ എന്ന് പറഞ്ഞ അർത്ഥം ഷീ ഈസ് പ്രഗ്നന്റ്, അതിനെ പറയാനാണ് അങ്ങനെ പറയുന്നത്. നെക്സ്റ്റ്, അഖില്ലീസ് ഹീൽ റെഫേഴ്സ് ടു, ഒരാളുടെ എന്ത് കാര്യത്തിനെയാണ് അഖില്ലീസ് ഹീൽ എന്ന് പറയുന്നത്? ഒന്നുമില്ല, വീക്ക്നെസ്സിനെയാണ് കേട്ടോ. അഖില്ലീസ് ഹീൽ എന്ന് വെച്ചാൽ വീക്ക്നെസ്, പ്രയോഗമാണ്. അതൊരു അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? വീക്ക്നെസ് എന്നാണ്. അഖില്ലീസ് ഹീൽ എന്ന് വെച്ചാൽ വീക്ക്നെസ്. സ്ട്രെങ്തോ സൈസോ ടോളറൻസോ ഒന്നുമല്ല, വീക്ക്നെസ്സിനെ പറയാനാണ്. ഓക്കെ, ചൂസ് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ ഇഡിയം അണ്ടർലൈൻ ഇൻ ദി സെന്റൻസ് സേതുസ് പ്രൊമോഷൻ ഈസ് ഓൺ ദി കാർഡ്സ്. അപ്പൊ ഈ ഓൺ ദി കാർഡ്സിന്റെ കറക്റ്റ് മീനിങ് എന്താന്നാ ചോദിച്ചത്? ഒരു ഫ്രേസ് ആണ്. ഓക്കെ, ഓൺ ദി കാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാർഡ് കളിക്കുന്ന ഓർത്താൽ മതി, ചീട്ട് കളിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കാർഡ് വീഴും എന്നുള്ളത് അത് ചിന്തിക്കാം ആദ്യം. അത് പ്രോബബിലിറ്റി അല്ലേ, നമുക്ക് ഉറപ്പില്ല. സോ അപ്പോൾ അതാണ് പ്രോബബിൾ എന്ന് പറയുന്നതാണ് അതിന്റെ ഓൺ ദി കാർഡ്സ് എന്ന് പറയുമ്പോൾ അവന്റെ പ്രൊമോഷൻ ഈസ് ഓൺ ദി കാർഡ്സ് എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ എന്താ സംഭവിക്കാൻ, എന്താന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കില്ല, പ്രോബബിൾ ആണ്. സാധ്യത പറയാം, അതേ ഉള്ളൂ. ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യത എന്ന് പറയുന്നത്. ഗോ ടു ദി ഡോഗ്സ്, ഗോ ടു ദി ഡോഗ്സ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഈ ഡോഗ്സ് എന്ന് പറയുന്നതെല്ലാം മിക്കവാറും ഉണ്ടല്ലോ ഒരു നെഗറ്റീവ് മീനിങ് തരുന്ന. ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഫ്രേസ് ഉണ്ട്. ഡോഗ്സ് ലൈഫ് മിസറബിൾ ലൈഫ് എന്നാണ് അതിന്റെ അർത്ഥം. ദുരിതപൂർണമായ ജീവിതം എന്ന് പറയും. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണേ. ഇനി ഗോ ടു ദി ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ബി റോയിൻഡ്. ഗോ ആഫ്റ്റർ ഡോഗ്സ് ഒന്നുമല്ല, സെർച്ച് റൺ ഫാസ്റ്റ് ഇതൊന്നുമല്ല. ബി റോയിൻഡ്, റോയിൻ എന്ന് വെച്ചാൽ നശിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സോ നശിക്കുക, നാശം. അപ്പൊ സംഭവിക്കുക, ഒരു സക്സസ്ഫുൾ ആകാതെ ഇങ്ങനെ ഡീക്കേ സംഭവിച്ചുകൊണ്ടേയിരിക്കുക, നശിച്ചുകൊണ്ടേയിരിക്കുക, ആ അവസ്ഥയാണ്. ഓക്കെ, ഇഡിയം ടു റീഡ് ബിറ്റ്വീൻ ലൈൻസ് മീൻസ്, ഇതാണ് ടു റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്ന ഇഡിയമിന്റെ മീനിങ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരു എഴുത്തുകാരന്റെ കൃതി വായിക്കുകയാണ്, അല്ലെങ്കിൽ അല്ലെ ഒരു ആർട്ടിക്കിൾ വായിക്കുകയാണ്. അപ്പൊ അതിന്റെ ലൈനുകൾക്കിടയിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഒന്നും ആ ലൈനുകൾക്കിടയിൽ ഒന്നും എഴുതിയിട്ടില്ല. ലൈനുകൾക്കിടയുടെ അർത്ഥം ഗ്രഹിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ എഴുതി ഡയറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടില്ലാത്ത ഒരു കാര്യം നമ്മൾ ആ വാക്കുകളിലൂടെ അതിന്റെ ഒരുപാട് ആന്തരിക അർത്ഥം ഉണ്ടാവും, അത് ഗ്രഹിക്കുക എന്നാ. സോ എന്താ ഇതിന്റെ മീനിങ് വരാൻ സാധ്യത? ടു സസ്പെക്ട് അല്ല, ടു ഡു യൂസ്ലെസ് റീഡിംഗ് അല്ല, ടു റീഡ് കെയർഫുള്ളി, അതിനേക്കാൾ എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിഡൻ മീനിങ് ഓഫ് ദി റൈറ്റർ. ഇതാണ് ആൻസർ അല്ലേ? വരികൾക്കിടയിലെ വരികൾ വായിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, റൈറ്റ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദി ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ എ ബിഗ് ബഗ്. എ ബിഗ് ബഗ് എന്ന് ഒരാളെ സൂചിപ്പിച്ചാൽ അതിന്റെ അർത്ഥം എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് എന്നാണ്. ഹീസ് എ ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ സിനിമയിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ബിഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്താൽ മതി. ദി ഇഡിയം പ്രോസ് ആൻഡ് കോൺസ് മീൻസ്, പ്രോസ് ആൻഡ് കോൺസ്, നമ്മളൊരു കാര്യത്തിന് നെല്ലും പതിരും അങ്ങനെയല്ലേ പറയാ, തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പ്രോസ് ആൻഡ് കോൺസ് അതിന് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ഫാക്ടേഴ്സ്, അതായത് ഒരു കാര്യത്തിന്റെ നല്ലതും മോശവുമായിട്ടുള്ള ഫാക്ടേഴ്സ് തിരിച്ച് മനസ്സിലാക്കുക, അല്ലെ അറിയുക, അല്ലെ അതിനെപ്പറ്റി പറയാതാണ് കേട്ടോ. അപ്പൊ പ്രോസ് ആൻഡ് കോൺസ് എന്ന് വെച്ചാൽ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ഫാക്ടേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, നല്ലതും തീയതുമായതിനെ തിരിച്ചു. ഹിസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഫ്രണ്ട് പ്രൂവ് ടു ബി എ സ്നേക്ക് ഇൻ ദി ഗ്രാസ്.
എ സ്നേക്ക് ഇൻ ദി ഗ്രാസ് മീൻസ്, എ സ്നേക്ക് ഇൻ ദി ഗ്രാസ് മീൻസ് എന്താണ്? അൺറിലയബിൾ പേഴ്സൺ, ലോ ആൻഡ് മീൻ, ഹിഡൻ എനിമി, കൊവാർഡ്ലി ആൻഡ് ബ്രൂട്ടൽ. ഒന്നുമില്ലേ, ഹിഡൻ എനിമി എന്നാ. ഇതൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. സ്നേക്ക് ഇൻ ദി ഗ്രാസ്, നമ്മൾ നടക്കുന്ന വഴിയിൽ ഗ്രാസിന്റെ ഇടയിൽ സ്നേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ല, പക്ഷെ അപകടമാണത് അല്ലേ? സോ അങ്ങനെ വിചാരിച്ചാൽ മതി. സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന് വെച്ചാൽ ഹിഡൻ എനിമി, ഒളിഞ്ഞിരിക്കുന്ന ശത്രു. ഓക്കെ. എ വൈൽഡ് ഗൂസ് ചേസ്, വൈൽഡ് ഗൂസ് ചേസ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? ചേസ് ചെയ്യാന്ന് വെച്ചാൽ അറിയാലോ, പിന്തുടരുക അല്ലേ? ഗൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗൂസിന്റെ ഗൂസ്, ഗീസ് സിംഗുലർ പ്ലൂറൽ, ഗാൻഡർ ഗൂസ് മസ്കുലൈൻ ഫെമിനൈൻ ജെൻഡർ. ഗൂസ് എന്ന് വെച്ചാൽ ഈ ഹംസ, അരയൻ, അതിന്റെ കൂട്ടത്തിൽ വാത്തയോ അല്ലേ, വാത്ത എന്ന് പറയും. സോ എന്താ ഈ വൈൽഡ് ഗൂസ് ചേസ് എന്ന് വെച്ചാൽ? വൈൽഡ് എന്ന് വെച്ചാൽ വന്യമായ, കാട്ടിലുള്ള, ഇപ്പൊ കാട്ടുകോഴി എന്നൊക്കെ പറയുന്ന പോലെ കാട്ടിലുള്ളത്. ഇവയെ ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ടത്തരാണ്. കാരണം അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടേതായ സ്പീഡും കുറച്ച് വൈൽഡ്നെസ് കാണും അല്ലേ? സോ അപ്പൊ അവരുടെ പുറകെ പോവുക, അതിനെ പിടിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഫൂളിഷ് ആയിട്ടുള്ള അറ്റംപ്റ്റ് നടത്താന്നേ ഉള്ള അർത്ഥം. അത് ചിന്തിക്കുക, അങ്ങനെ ചിന്തിക്കുക. ശരിക്കും ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ പറ്റി ദാറ്റ്സ് എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞ അർത്ഥം ഒരു ഫൂളിഷ് അറ്റംപ്റ്റ് എന്നാണ്. നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വെറുതെ അറ്റംപ്റ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ പ്രയാസമുള്ളത്, അല്ലെ അങ്ങനെയല്ല അതിനെ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെയാണ്. ഇനി ഡാഷ് സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ. ഇതൊരു പ്രോവർബാണ്, പഴഞ്ചൊല്ലാണ്. പഴഞ്ചൊല്ലുകൾ ചോദിക്കാം. പക്ഷേ ഇംഗ്ലീഷിലെ പഴഞ്ചൊല്ലുകൾ കറക്റ്റ് ഒരു തെല്ലിട ഒരു ലെറ്റർ പോലും ഒരു അക്ഷരം പോലും വ്യത്യാസമില്ലാതെ നമ്മൾ എഴുതിയേ പറ്റും. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ എന്നാണ് ആ പ്രോവർബ്. സമയത്തുള്ള ഒരു തുന്നൽ 9 എണ്ണത്തിന് ഒഴിവാക്കും. കാര്യങ്ങൾ സമയത്ത് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ദ, എ ഫ്യൂ, ദ ഫ്യൂ, എ ഒക്കെ ഏതെങ്കിലുമൊക്കെ ഇട്ടാൽ ചേരുമായിരിക്കാം, പക്ഷെ ശരിക്കുള്ള ആൻസർ എ തന്നെ എഴുതണം. അത് അങ്ങനെ തന്നെ പഠിക്കണം. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ. ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരേ തൂവൽ പക്ഷികൾ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇതിന്റെ മീനിങ് നോക്കിയേ. ബേർഡ്സ് ഓഫ് ദി സെയിം ടൈപ്പ് ഫ്ലൈ ടുഗദർ, ബേർഡ്സ് ഓഫ് ദി സെയിം കളർ ഗോ ടുഗദർ, പീപ്പിൾ ഓഫ് ദി സെയിം സോർട്ട് ആർ ഫൗണ്ട് ടുഗദർ, നൺ ഓഫ് ദിസ്. ഇതിന്റെ ഇന്നർ മീനിങ് എന്താണ്? പീപ്പിൾ ഓഫ് ദി സെയിം സോർട്ട് ആർ ഫൗണ്ട് ടുഗദർ, അത് ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചിരിക്കും എന്നുള്ളതാണ്. സോ ഒരേ വേവ് ലെങ്ത് ഉള്ളവർ നമുക്ക് പറയാം. അവര് ഒന്നിച്ച് അവരായിരിക്കുമല്ലേ ശരിക്കും ഫ്രണ്ട്സ് ആവുക, അല്ലെ ഒരു ഗ്രൂപ്പ് ആവുക എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ദി സെയിം, വെൽ ബിഗൺ എസ് ഡാഷ്. ഇതും എന്താണ്? ഒരു നല്ല തുടക്കം പാതി കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെ, കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് പാതി. അതിന്റെ ഇംഗ്ലീഷ് സെയിങ്സ് ആണ് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. ഇതിങ്ങനെ തന്നെ പഠിക്കണം. സെയിങ്സ് ആണ്, അതൊന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെർബോ വാക്കുകളോ ഒന്നുമേ മാറ്റാൻ പാടില്ല. ചിലപ്പോൾ ചില വാക്കുകൾ കൊണ്ടുവന്നാൽ അത് കറക്റ്റ് ആവുമായിരിക്കാം, പക്ഷെ എന്നാലും അത് അതുപോലെ തന്നെ പറയണം. പ്രോകാസ്റ്റിനേഷൻ ഇസ് ഡാഷ്. ഇതൊരു പ്രോവർബാണ്. പ്രോകാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റി മാറ്റി വെക്കലാണ്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാണ്ട് മുന്നോട്ട് മാറ്റി വെക്കില്ലേ, അലസത കൊണ്ട്, അതാണ്. സോ പ്രോകാസ്റ്റിനേഷൻ ഇസ് ഡാഷ്. പ്രോകാസ്റ്റിനേഷൻ ഈസ് ദ തീഫ് ഓഫ് ടൈം എന്നാണ് കേട്ടോ. അതാണ് അതിന്റെ ബാക്കി വരുന്ന. പ്രോകാസ്റ്റിനേഷൻ ഈസ് ദ തീഫ് ഓഫ് ടൈം. ഡാഷ് അങ്ങനെ തന്നെ പഠിക്കണം അത്. ഡാഷ് നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ഇതും എന്താണ്? അതായത് അല്പജ്ഞാനം അപകടം എന്ന് പറയില്ലേ, അതിന് ഇംഗ്ലീഷ് സെയിങ് ആണ്. അതിനെ എങ്ങനെ പറയും? അല്പജ്ഞാനം അപകടം. അപ്പൊ അതിനെ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ ചേർത്ത് ഏത് ചേർത്താലും അതിന് ആൻസർ ചിലപ്പം നമുക്ക് അർത്ഥം കിട്ടുമായിരിക്കും, പക്ഷെ കറക്റ്റ് വേർഡ് തന്നെ ചേർക്കണം. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. മാത്രമല്ല ഈ ലിറ്റിൽ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണിനോടൊപ്പം യൂസ് ചെയ്യാൻ. നോളജ് എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റത്തില്ല, അൺകൗണ്ടബിൾ ആണ്. സോ ലിറ്റിൽ ചേർക്കാം. ലിറ്റിൽ അല്ല, കുറച്ച്, അല്പജ്ഞാനം എന്നാ അല്ലെ. അല്പം എന്ന് പറഞ്ഞെങ്കിൽ എ ലിറ്റിൽ. എ ലിറ്റിലിന്റെ മീനിങ് കുറച്ച്, ലിറ്റിലിന്റെ മീനിങ് നെഗറ്റീവ് ആണ്, നോ എന്നാണ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഡാഷ്. ഇത് ഒരു ചൊല്ലാണ്, പറച്ചിലാണ്, പ്രോവർബാണ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയില്ലേ, അതിന്റെ. ഓക്കെ, നെക്സ്റ്റ്. ആവശ്യത്തിലിരിക്കുമ്പോൾ സഹായിക്കുന്നവൻ. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് ബെറ്റർ ദാൻ ടു ഇൻ ദി ഡാഷ്. ഇതും അതുപോലെയുള്ള സെയിങ്സ് ആണ്, അത് അതുപോലെ തന്നെ പഠിക്കണം. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് ബെറ്റർ ദാൻ ടു ഇൻ ദി ബുഷ് എന്നാണ്. അതായത് കയ്യിലിരിക്കുന്ന ബുഷിലിരിക്കുന്ന, അല്ലെങ്കിൽ എന്താ, കുറ്റിക്കാട് അല്ലെ, കുറ്റിക്കാട്ടിലിരിക്കുന്ന 2 പക്ഷിനെക്കാട്ടിലും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സേഫ് ആയിരിക്കുന്ന ഒരെണ്ണമാണ്. അതിനെ വിട്ടിട്ട് മറ്റതിനെ പിടിക്കാൻ പോകരുത്. വെയർ ദേർ ഈസ് എ വിൽ ഡാഷ്. അപ്പൊ ഇത് എന്താണ്? വെയർ ദേർ ഈസ് എ വിൽ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കെന്ന് പറയില്ലേ, ആ മലയാളം പഴഞ്ചൊല്ലിന്റെ ഇംഗ്ലീഷ് വെർഷനാണ് ഇത്. വെയർ ദേർ ഈസ് എ വിൽ, നമുക്കൊരു വില്ലുണ്ടോ അത് സാധിക്കും, അത് നേടിയെടുക്കാൻ പറ്റും, നമുക്ക് നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് ഇങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. വെയർ ദേർ ഈസ് എ വിൽ
there is a way. എളുപ്പമാണ്. there is a will, there is a way എന്ന് മാത്രം മാറ്റിയാൽ മതി. as you sow dash you reap. അതായത് സോ ഷാൾ യു റീപ്പ് എന്ന് തന്നെയാണ് വരേണ്ടത് കേട്ടോ. പക്ഷെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഷാൾ ഇല്ലാതെ അവർ ചോദിച്ചത്, കുഴപ്പമില്ല. ആസ് യു സോ ഡാഷ് യു ഷാൾ യു റീപ്പ്, സോ ഷാൾ യു റീപ്പ് എന്നാണ്. അതായത് വിതച്ചതേ കൊയ്യൂ എന്നാണ്. അങ്ങനെ തന്നെ പഠിക്കണം. ആസ് യു സോ, സോ ഷാൾ യു റീപ്പ്. ബൈബിളിലെ ഒരു വാചകമാണത്, ചൊല്ലായി വന്ന. ദ യങ് വൺ ഓഫ് ക്യാമൽ ഇസ്. ഇനി യങ് വൺസ് പഠിക്കുകയാണ്. അതായത് കുറേ മൃഗങ്ങളുടെ, അനിമൽസിന്റെ യങ് വൺസിനെ നമ്മൾ പഠിച്ചിരിക്കണം. അത് കുറച്ചുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ദി യങ് വൺ ഓഫ് ക്യാമൽ ഈസ്, ക്യാമലിന്റെ യങ് വണ്ണിനെ വിളിക്കുന്ന പേരാണ് കാഫ്. ക്യാമൽ, കാഫ്. യങ് വൺ, കുഞ്ഞ്. ക്യാമലിന്റെ കുഞ്ഞിനെ വിളിക്കുന്നു കാഫ്. ഓക്കെ. ദ യങ് വൺ ഓഫ് ഹോഴ്സ് ഇസ് ഫോൾ. FOAL. ഇങ്ങനെ പഠിക്കുക, അത്രേ ഉള്ളൂ. ക്യാമൽ, കാഫ്. ഹോഴ്സ്, ഫോൾ. യങ് വൺ ഓഫ് പിജൺ ഇസ് പിജൺ, പ്രാവ്. സ്ക്വാബ്. പ്രാവിന്റെ ആണ് സ്ക്വാബ്. പിജൺ. ഇനി സ്വാൻ, സിഗ്നറ്റ്. സ്വാനിന്റെ യങ് വൺ സിഗ്നറ്റ് ആണെങ്കിൽ ഷീപ്പിന്റെ യങ് വണ്ണിനെ എന്ത് വിളിക്കും? ലാംബ്. ലാംബ്. സ്വാനിന്റെ ഏതാന്നൂടെ പഠിച്ചു? സിഗ്നറ്റ്. ഷീപ്പ്, ലാംബ്. അപ്പൊ ഇത്രയും നോക്കിയേ. ക്യാമലിന്റെ എന്തായിരുന്നു? കാഫ്. ഇനി ഹോഴ്സ്, ഫോൾ. ദെൻ പിജൺ, സ്ക്വാബ്. സ്വാനിന്റെ സിഗ്നറ്റ് ആണെങ്കിൽ ഷീപ്പിന്റെത് ലാംബ്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ക്യാറ്റിന്റെ കുഞ്ഞ് കിറ്റൺ വിളിക്കുമെങ്കിൽ ഹോസിൻ്റെതിന് ഇവിടെ ഓപ്ഷനിലില്ല, നേരത്തെ പഠിച്ചതല്ലേ. അപ്പൊ എന്ത് പറയാം? കോൾട്ട്. കോൾട്ടും വിളിക്കുന്നു കേട്ടോ. നോക്കി, ഇവിടെ നമ്മൾ ഹോസിനെ പഠിച്ച എന്താണ്? ഫോൾ. അപ്പൊ കോൾട്ടും എന്താണ്? കോൾട്ട് എന്നും പറയാറുണ്ട്. എന്ത്? ഈ ഹോസിന്റെ കുഞ്ഞിനെ. ഓക്കെ. ദാറ്റ് ഈസ് എ നോക്സ്, ദോസ് ആർ ഡാഷ്. അപ്പൊ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പഠിപ്പിച്ചതാണ്. ദാറ്റ് ഈസ് എ നോക്സ്, ഈസ് ആ നോക്സ് സിംഗുലർ ആണ്. ദോസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയി. ഇത് ഒരു ഓക്സ് ആണ്. അവ, ദോസ് ആർ അവ. അപ്പൊ ഇവിടെ എന്ത്? ഓക്സിന്റെ പ്ലൂറൽ. ഈ ഓക്സിന്റെ പ്ലൂറൽ ഇതിൽ ഏതാണ്? നമ്മൾ പഠിച്ചതാണ് ഓക്സൺ എന്നാണ്. ഓക്സിന്റെ പ്ലൂറൽ ആണ് ഓക്സൺ. നെക്സ്റ്റ്, ആസ് there was no choice the enemy had to give dash. as there was no choice the enemy had to give dash. ചോയ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിമിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അപ്പൊ ഇതെന്താ? ഫ്രേസൽ വെർബ് ആണ് കേട്ടോ. ഗീവിന്റെ കൂടെ എന്തോ ഒരു സംഭവം ചേരുമ്പോൾ കറക്റ്റ് മീനിങ് വരും. എന്താണോ ഞാൻ ഒന്ന് പറയാം അതിന്റെ അർത്ഥം. ഒരു ചോയ്സും ഇല്ലാഞ്ഞതുകൊണ്ട് എനിമിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഗീവ്, ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ള അർത്ഥം വരുന്ന ഗീവ് വെച്ചുള്ള ഒരു ഫ്രേസൽ വെർബ് ഉണ്ട്. ഏതാണ്? ഗീവ്, സോറി, ഉപേക്ഷിക്കേണ്ടതല്ല, സറണ്ടർ ചെയ്യേണ്ടി വന്നു. സോറി, ഗീവ് ഇൻ. ഉപേക്ഷിക്കേണ്ടതെന്ന് പറയാൻ വരുമായിരുന്നു. അപ്പൊ നോക്കി, ഗീവിന്റെ കൂടെ അപ്പും ചേർക്കാം, ഗീവിന്റെ കൂടെ ഇന്നും ചേർത്ത്, രണ്ട് ചേർത്താലും നമുക്ക് എന്ത് ചെയ്യും? കുറച്ചും കൂടെ അർത്ഥം കിട്ടും. അവന് ഉപേക്ഷിക്കേണ്ടി വന്നു, ആ ഒരു മൂവ് എന്ന് വിചാരിക്കാം. സറണ്ടർ ചെയ്യേണ്ടി വന്നു എന്ന്. ഗീവ് അപ്പ് എന്ന് വെച്ചാൽ എന്താ? ഉപേക്ഷിക്കേണ്ടി പോവുക. ഗീവ് ഇൻ എന്താണ്? സറണ്ടർ ആണ്. നോക്കിയേ, ഇവിടെ ഏതാണ് ഏറ്റവും അനുയോജ്യമായി ചേരുക? ആസ് there was no choice, ചോയ്സും ഇല്ലാത്തത് കൊണ്ട് എനിമിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് പറയുന്നതാണോ, കീഴടങ്ങേണ്ടി വന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി സാഹചര്യത്തിൽ ആപ്റ്റായിട്ട് വരിക? അപ്പൊ ഏറ്റവും രണ്ടും ചേരുമായിരിക്കാം, പക്ഷെ ഏറ്റവും അനുയോജ്യമായതാണ് നമ്മൾ എക്സാമിന് ചേർക്കേണ്ടത്. അതിലോട്ടായിരിക്കും ചോദ്യകർത്താവ് ആൻസർ കൊടുക്കുക. സോ സറണ്ടർ ചെയ്യുന്നു എന്നുള്ള കറക്റ്റ് ഗിവ് ഇൻ. സോറി, ഐ കുഡ് സ്കേഴ്സ്ലി ഡാഷ് ഹിസ് റൈറ്റിംഗ്. സ്കേഴ്സ്ലി എന്ന് വെച്ചാൽ നെഗറ്റീവ് മീനിങ് ആണ്. റൈറ്റിംഗ് എന്താണ്? റൈറ്റിംഗ് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ള മീനിങ് ആണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. മനസ്സിലാക്കുക എന്നുള്ളതിന് എന്താണ്? മേക്ക് വെച്ചാണ് നമ്മളത് പഠിച്ചേക്കുന്നത്. മേക്ക് ഔട്ട്. എല്ലാ ഫ്രേസൽ വെർബും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം. നെക്സ്റ്റ്, ഹാങ് ടുഗദർ മീൻസ്. ഹാങ് ടുഗദർ മീൻസ്, ഈ ഹാങ് എന്നൊക്കെ പറയുമ്പോൾ തൂങ്ങുക എന്നുള്ള മീനിങ് മനസ്സിലേക്ക് വരുന്നത് അല്ല. ശരിക്കും ഹാങ് ടുഗദർ എന്ന ഫ്രേസിന്റെ മീനിങ് വർക്ക് ഇൻ യൂണിയൻ എന്നാ. ഒന്നിച്ച് വർക്ക് ചെയ്യാന്നാ. പഠിച്ചു വെച്ചോ. ഹാങ് ടുഗദർ എന്ന് പറഞ്ഞാൽ വർക്ക് ഇൻ യൂണിയൻ. വൈ ഡോണ്ട് യു ലുക്ക് ഡാഷ് ദ ഡിക്ഷണറി ടു ദി കറക്റ്റ് മീനിങ് ഓഫ് ദി വേർഡ് എന്നാണ്. നോക്കിയേ, ഇവിടെ ലുക്കിന്റെ കൂടെ എന്തോ ഒരു പ്രിപ്പോസിഷൻ വരുമ്പോൾ അവിടെ ഒരു ഫ്രേസൽ വെർബ് കിട്ടും. ആ ഒരു ഫ്രേസൽ വെർബ് ആണ് കറക്റ്റ്. നീ എന്തുകൊണ്ടാണ് ഡിക്ഷണറിയിൽ ആ കറക്റ്റ് മീനിങ് ഓഫ് ദി വേർഡിന്റെ കറക്റ്റ് മീനിങ് കിട്ടാൻ ഡിക്ഷണറി നോക്കാത്തതുണ്ട്, ഡിക്ഷണറിയിൽ തിരയാത്തതുണ്ടെന്നല്ലേ? അപ്പൊ ഡിക്ഷണറിയിൽ തിരയുന്നതിന് നമ്മൾ എന്താ ഫ്രേസൽ വെർബ് പഠിച്ചത്? ലുക്ക് അപ്പ്. ലുക്ക് അപ്പ്. ലുക്ക് ഫോറും സെർച്ചാണ്, ലുക്ക് അപ്പും സെർച്ചാണ്. പക്ഷെ ലുക്ക് അപ്പ് ആണ് ഡിക്ഷണറിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസ് ഗ്രന്ഥത്തിൽ, എൻസൈക്ലോപീഡിയ അങ്ങനെയൊക്കെ റെഫറൻസ് ഗ്രന്ഥത്തിൽ സെർച്ച് ചെയ്യുന്നതിന് പറയുന്നത്. ദ ടൈം ഹി നോട്ടീസ്ഡ് ഹിസ് മിസ്റ്റേക്ക് പുട്ട് ഡാഷ് ദ ലൈറ്റ് ആൻഡ് സ്ലെപ്റ്റ്. മിസ്റ്റേക്ക് നോട്ടീസ് ആയ സമയത്ത് അവൻ എന്തോ ചെയ്തു? പോയി
ലൈറ്റ് എന്തോ ചെയ്തു, ഉറങ്ങി. അപ്പൊ എന്തായിരിക്കും ചെയ്യുക? ലൈറ്റ് ഓഫ് ചെയ്തു. സോ എന്താണ് ലൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയും? പുട്ടിന്റെ കൂടെ എന്ത് വരണം? പുട്ട് അപ്പ് ആണോ ഔട്ട് ആണോ ഡൗൺ ആണോ ഇൻ ആണോ? അണയ്ക്കുക എന്നുള്ള അർത്ഥം പുട്ട് ഔട്ട് ആണ്. ഓക്കെ, ഇതിന്റെ എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, വീണ്ടും അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല, നോട്ട്സ് ഉണ്ട്. ചൂസ് ദ ഫ്രേസൽ വെർബ് വിച്ച് മീൻസ് ഡിമാൻഡ്. ഡിമാൻഡ് എന്ന അർത്ഥം വരുന്നതിൽ ഏത് ഫ്രേസൽ വെർബാ? ഫ്രേസൽ വെർബിന്റെ ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞിട്ടുള്ള കോൾ ഫോർ, കോൾ ഓഫ്, കോൾ അറ്റ്, കോൾ അപ്പ്. ഡിമാൻഡ് എന്താണ്? കോൾ ഫോർ. കോൾ ഓഫ് ക്യാൻസൽ, കോൾ അറ്റ് എല്ലാം അറിയാം, പറയുന്നില്ല ഞാൻ. കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്, കോൾ അപ്പ് റീകളക്ട്. ദ ഇഡിയം, ഞാൻ അടുത്തൊരു സെറ്റിലോട്ട് പോവാണ്, 1 മുതൽ വീണ്ടും തുടങ്ങുക. ദ ഇഡിയം ടൂത്ത് ആൻഡ് നെയിൽ മീൻസ്, ടൂത്ത് ആൻഡ് നെയിൽ പല്ല്, നഖം, പല്ലും നഖവും ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ എന്തുവാ? ശക്തിയായിട്ടെന്ന അർത്ഥം അല്ലേ? വിത്ത് ഓൾ പവർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇഡിയം മീൻസ് ടു ബ്രേക്ക് ആൻ അൺകംഫർട്ടബിൾ സൈലൻസ്. സൈലൻസ് ബ്രേക്ക് ചെയ്യുക, അൺകംഫർട്ടബിൾ സൈലൻസ്, നമുക്ക് അസ്വസ്ഥതയാണ് മിണ്ടാണ്ടിരിക്കുന്നത്. സോ അപ്പം ആ അൺകംഫർട്ടബിൾ സൈലൻസിനെ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ താഴെ പറയുന്നതിൽ ഏതായിരിക്കും വരാൻ സാധ്യത ആണ് ആൻസർ. ബ്രേക്ക് ദ ഐസ്. അപ്പൊ തിരിച്ചാ പഠിക്കേണ്ടത് ശരിക്കും. ഇതിൽ ഏത് ഇഡിയമാണ് ഈ അർത്ഥം വരുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഈ ഇഡിയം ബ്രേക്ക് ദ ഐസ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ടു ബ്രേക്ക് ആൻ അൺകംഫർട്ടബിൾ സൈലൻസ്. എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഡാഷ് കം ടു വിസിറ്റ് ദ എക്സിബിഷൻ. ഗ്രാമർ വരികയാണ്, നമ്മൾ പഠിച്ചാണ്. നമ്മൾ കോൺകോഡിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, 2 പാർട്ടായിട്ട് കോൺകോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പഠിച്ചോണം. എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ, എ ഗ്രേറ്റ് നമ്പർ ഓഫ്, ദ നമ്പർ ഓഫ്, എ നമ്പർ എ ഗ്രേറ്റ് നമ്പർ ഓഫ്, എ ഗുഡ് നമ്പർ ഓഫ്, എങ്ങനെയൊക്കെ വരുമ്പോൾ ഏതാണ് നമ്മൾ റൂള് പറഞ്ഞേക്കുന്നത്? അതിനുശേഷം എ ഗ്രേറ്റ് നമ്പർ, പിന്നെ വേറൊരു സംഭവമുണ്ട് എ നമ്പർ ഓഫ്, അത് വേറെയാണ് കേട്ടോ. ദ നമ്പർ ഓഫ്, ഇത് മൂന്നും വ്യത്യാസമായിട്ട് പഠിച്ചോണം. എ ഗ്രേറ്റ് നമ്പർ ഓഫിന് ആദ്യം പറയാം. ഒരു സെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനോടൊപ്പം, കോൺകോഡ് പോയി പഠിക്കുക. ആ ഒരു സെറ്റിലുള്ള എല്ലാത്തിനും ഈ റൂളാണ്. എ ഗ്രേറ്റ് നമ്പർ ഓഫിന് ശേഷം വരുന്നത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ നോക്കുക. കൗണ്ടബിൾ ആണ്, പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി എടുക്കാം അല്ലേ? അതിനുശേഷം കൗണ്ടബിൾ ആണെങ്കിൽ പ്ലൂറൽ ചേർക്കുക, അൺകൗണ്ടബിൾ ആയിരുന്നെങ്കിൽ സിംഗുലർ ചേർക്കുക. ഇവിടെ അതുകൊണ്ടാണ് പ്ലൂറൽ ഹാവ് വന്നത്. ഹാവ് കം ടു ദ എക്സിബിഷൻ വന്നു അല്ലേ അവര്. ദെൻ എ നമ്പർ ഓഫ് വന്നാൽ ദ നമ്പർ ഓഫ് വന്നാലും അതിനുശേഷം പ്ലൂറൽ നൗൺ തന്നെയാണ് വരേണ്ടത്. പ്ലൂറൽ നൗൺ തന്നെയാണ് വരേണ്ടത്. പക്ഷേ വെർബ് വരേണ്ടത് എ നമ്പർ ഓഫിന് പ്ലൂറൽ വെർബും വരണം, ദ നമ്പർ ഓഫിന് സിംഗുലർ വെർബും വരണം. ഓക്കെ, ഇനി അടുത്താണ് ഓക്കെ, അത് തന്നെ എഴുതിയതാ. 1 ഓഫ് ദി മിനിസ്റ്റേഴ്സ് ഡാഷ് അറ്റൻഡിങ് ദ ഫംഗ്ഷൻ സ്കെഡ്യൂൾഡ് ഓൺ നെക്സ്റ്റ് മന്ത്. ഇവിടെ എന്താണ്? ഇത് കാണുമ്പോഴേ മനസ്സിലായിക്കോണം, 1 ഓഫ് ദിയുടെ റൂളാണ്. 1 ഓഫ് ദിയുടെ റൂൾ എന്തുവാ? 1 ഓഫ് ദിക്ക് ശേഷം പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. പ്ലൂറൽ നൗൺ എന്ന് വെച്ചാൽ ഇവിടെ വന്നേക്കുന്നു മിനിസ്റ്റേഴ്സ് തന്നെയാണ് വന്നത്, പ്ലൂറൽ നൗൺ ആണ്. ഇനി സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് സിംഗുലർ വെർബ് വരുന്നത്? വാസുണ്ട്, ഈസുണ്ട്, ഹാസ് ബീൻ ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുക ഇവിടെ ഏതാണ് വരേണ്ടത്? 1 ഓഫ് ദി മിനിസ്റ്റേഴ്സ് ഡാഷ് അറ്റൻഡിങ് ദ ഫംഗ്ഷൻ സ്കെഡ്യൂൾഡ് ഓൺ നെക്സ്റ്റ് മന്ത്. നെക്സ്റ്റ് മന്ത് ആണ്, വരാൻ പോകുന്ന കാര്യമാണ്. ഇപ്പൊ സോ വാസ് വരത്തില്ല, അത് പാസ്റ്റിൽ യൂസ് ചെയ്യുന്ന. ഇനി ഈസും ഉണ്ട്, ഹാസ് ബീൻ അറ്റൻഡിങ്ങും ഉണ്ട്. നെക്സ്റ്റ് മന്തിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു എന്ത്? വരാൻ പോകുന്ന സമീപ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം നമ്മൾ എന്തോ ചെയ്യും? ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാറുണ്ട്, ഈസ് അറ്റൻഡിങ്, ഹി ഈസ് ഗോയിങ് ടു അറ്റൻഡ് എന്നൊക്കെ പറയുന്ന അതേ കാര്യം തന്നെ. നമ്മൾ എക്സാമ്പിൾ പഠിച്ചായിരുന്നു. ടെൻസിന്റെ വീഡിയോ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോയി നോക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ. ഷീ ഈസ് അറ്റൻഡിങ് ദ എക്സാം ടുമോറോ അല്ലേ? വി ആർ അറ്റൻഡിങ് ദ എക്സാം ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ സോ നാളെ നടക്കാൻ പോകുന്ന കാര്യമാണെങ്കിലും നമുക്ക് എന്തിൽ പറയാം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും പറയാം. സമീപ ഭാവിയിൽ നടക്കാൻ പോകുന്ന, ഉടനെ നടക്കാൻ പോകുന്നതായുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, അതുകൊണ്ടാണ് അവിടെ ഈസ് വന്നത്. മറ്റേതിനെക്കാളും ഈസ് ആണ് ഏറ്റവും അനുയോജ്യം. ഐ ഷുഡിൻ ഹാവ് ലോസ് മൈ ടെമ്പർ. ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണല്ലേ? ക്വസ്റ്റ്യൻ ടാഗ്. ഐ ഷുഡിൻ ഹാവ് ലോസ് മൈ ടെമ്പർ എങ്ങനെയാണ്? ഷുഡ് ആണ് ഓക്സിലറി വെർബ്. നോട്ട് ഉള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് നോട്ട് വേണ്ട. അപ്പൊ ഷുഡ് എഴുതുക. പിന്നെ പ്രൊനൗൺ എന്താണ്? ഷുഡ് ഐ ക്വസ്റ്റ്യൻ മാർക്ക്. നെക്സ്റ്റ്, നോബഡി വാണ്ട് ടു അല്ല കേട്ടോ, വാണ്ട്സ് ആണ് വരേണ്ടത് കേട്ടോ. നോബഡിയുടെ കൂടെ എന്താ വരേണ്ടത്? വാണ്ട്സ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നു. നോബഡി വാണ്ട്സ് ടു ബി പുവർ. ഇറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എന്താ വരിക? വാണ്ട്സ് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഡസ് ആണ് എടുക്കേണ്ടത്. ശരി, സമ്മതിച്ചു. നോബഡി വന്നാൽ ഏതാണ് ചേർക്കേണ്ട? പ്രോനൗൺ ദേ ആണ്. പക്ഷെ ഡസ് ദേ എന്ന് എഴുതാൻ പറ്റില്ല നമുക്ക്. ഡസ് എന്ന് പറയുന്നത് ദേന്റെ കൂടെ ദഹിക്കത്തില്ല, കാരണം ദേ പ്ലൂറൽ ആണ്. അപ്പൊ അതിന്റെ പ്ലൂറൽ ഫോം എഴുതണം ഇതിന്റെ. ഡു അല്ലേ? നോട്ട് ഉള്ളത് കൊണ്ട് ഇവിടെ നോട്ട് വേണ്ട. നോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലുണ്ടല്ലോ. അപ്പൊ ആൻസർ ഡു ദേ ക്വസ്റ്റ്യൻ മാർക്ക്. ഹീ നോ പിന്നെ ഹീ നോസ് ആണ് വരേണ്ടത് കേട്ടോ. ഹീ നോസ് നോബഡി ഇൻ ദി കോളനി. ഹീ നോസ് നോബഡി ഇൻ ദി കോളനി.
നോക്കി എന്തായിരിക്കും വരുന്നേ? നോസിൽ നിന്ന് നമ്മൾ ഡസ് എടുക്കണം. ഡസ്. നോബഡി ഇവിടെ ഉണ്ട്, നോ ഉണ്ട്. അപ്പൊ ഇവിടെ നോ വേണ്ട. ഓക്കെ, അപ്പം ഡസ് ഹി. ഫ്യൂ ബോയ്സ് കെയിം ഫോർ ദ മീറ്റിംഗ്. ഫ്യൂ ബോയ്സ് കെയിം ഫോർ ദ മീറ്റിംഗ്. അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നിന്ന് ഓക്സിലറി വെർബ് എടുക്കണം. കെയിം V2 ഫോം ആണ്. അപ്പൊ എന്താണ്? ഡിഡ് ആണ്. കം, കെയിം, കം. ഇതാണ് ശരിക്കും V1 V2 V3 കമ്മിന്റെ. V1 V2 V3. അപ്പൊ ഇവിടെ എന്താണ്? ഫ്യൂ ബോയ്സ് കെയിം എന്ന് വരുമ്പോൾ ഡിഡ് എടുക്കണം അല്ലേ? കം, ഡു അല്ലെങ്കിൽ കംസ് V1 വരും. അപ്പൊ ഡു അല്ലെങ്കിൽ ഡസ് വരും. V1 ഫോം വരുവാണെങ്കിൽ ഓക്സിലറി വെർബ് കെയിം ആയതുകൊണ്ട് ഡിഡ് വരണം. അപ്പൊ നോക്കിയേ, ഫ്യൂ ബോയ്സ് കെയിം ഫോർ ദ മീറ്റിംഗിൽ ഡിഡ് ഇല്ലെങ്കിൽ ഫ്യൂ ഉണ്ട്. ഫ്യൂ എന്ന് പറയുന്നത് സെമി നെഗറ്റീവ് വേർഡ് ആണ്. നെഗറ്റീവ് വേർഡ് ആണ്. സോറി, ഞാൻ ഫ്യൂ എന്ന് വിചാരിച്ചു. ഓക്കെ, നെഗറ്റീവ് വേർഡ് ആണ്. ഫ്യൂ എന്ന് പറയുന്ന ഒരു സെന്റൻസിൽ വന്നാൽ അത് നെഗറ്റീവ് സെൻസ് ആണ് തരുന്നത്. ഫ്യൂ, ലിറ്റിൽ ഇതെല്ലാം വന്നാൽ. അപ്പൊ ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. സോ നോട്ട് വേണ്ട ഇവിടെ. അപ്പൊ ഡിഡ് ദേ. ഹാർഡ്ലി ഹാർഡ് ഹി സ്റ്റുഡ് അപ്പ്. ഹാർഡ്ലി ഹാർഡ് ഹി സ്റ്റുഡ് അപ്പ് ഡാഷ് the teacher. Hardly hard he stood up dash the teacher asked him to sit down. അപ്പൊ എന്താണ് ഹാർഡ്ലി എന്ന് പറയുന്നത്? നമ്മൾ യൂസേജ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. ഹാർഡ്ലി എന്ന് പറയുന്നതിന്റെ കൂടെ വരേണ്ടത് ഇതിൽ ഏതാണ്? വെൻ ആണോ, ബട്ട് ആണോ, ദാൻ ആണോ, ആൻഡ് ആണോ എന്നാണ് ചോദ്യം. ഹാർഡ്ലി നമ്മൾ പഠിക്കുക. നോ സൂണറിന്റെ കൂടെ എന്ത് വരണം? ഇതുപോലെ നോ സൂണറാ വരുന്നെങ്കിൽ ദാൻ വരണം. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാർഡ്ലിയോ സ്കേഴ്സ്ലിയോ വന്നാൽ ഹാർഡ്ലിയോ സ്കേഴ്സ്ലിയോ വന്നാൽ എന്ത് വരണം? വെൻ വരണം. അപ്പൊ ഇവിടെ എന്താ ആൻസർ? വെൻ. നോ സൂണർ ഡിഡ് ഹി ടച്ച് ദ സ്വിച്ച് ഡാഷ് ദ മോട്ടോർ ബിഗാൻ ടു ഹം. അപ്പൊ എന്താണ് നോ സൂണറിന്റെ കൂടെ വരേണ്ടത്? എന്താന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചേ? ദാനാണേ. ദെൻ ഉണ്ട്, അത് എഴുതരുത്. ദാനാണ് വരേണ്ടത്. തെറ്റിപ്പോവല്ല. ദെൻ ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുണ്ട്. കാണുമ്പോൾ അത് ദാനാന്ന് തോന്നും. ഡാഷ് യു ഗോ പ്ലീസ് ലെറ്റ് മീ നോ. എന്നെ അറിയിക്കുക. എവിടെ നീ പോയാൽ, നീ എവിടൊക്കെ പോകുന്നുണ്ടോ, അങ്ങനല്ലേ എവിടൊക്കെ എന്നല്ലേ വരേണ്ടത്. അപ്പൊ എവിടെയെല്ലാം എന്നുള്ള അർത്ഥം വരണമെങ്കിൽ വേർന്ന് മാത്രമല്ല, വേർന്ന് വന്നാൽ എവിടെ എന്നേ വരും. അപ്പൊ എവിടെയൊക്കെ നീ പോകുന്നുണ്ടോ അവിടെ എല്ലാം. ഓക്കെ, അത് വേറെവർ വരണം കേട്ടോ. അപ്പോഴെല്ലാം എന്നോട് പറയണം. ഗീത വർക്ക്ഡ് ഹാർഡ് ഡാഷ് നോട്ട് സക്സീഡഡ്. രണ്ട് കാര്യം പറയാം. ഗീത നന്നായി വർക്ക് ചെയ്തു, പക്ഷെ എന്ത് ചെയ്തില്ല? വിജയിച്ചില്ല. അപ്പോൾ അവിടെ എന്തൊക്കെ രണ്ട് വ്യത്യസ്ത ഓപ്പോസിറ്റ് അർത്ഥമുള്ള കാര്യങ്ങളാണ് നടന്നത് അല്ലേ? പോസിറ്റീവും നെഗറ്റീവ്. ഇത് ചെയ്തിട്ടും അത് സംഭവിച്ചു. അപ്പോൾ പക്ഷേ എന്ന് പറയണമെങ്കിൽ ബട്ട് ചേർക്കണം. എന്നാൽ, പക്ഷേ എന്നൊക്കെ അല്ലേ? അപ്പൊ ബട്ട് ചേർക്കുന്ന എപ്പോഴാണ്? മുമ്പൊരു കാര്യം പറയുന്നുണ്ട്, അതിന് വിപരീതമായിട്ടാണ് അടുത്തത് സംഭവിച്ചത്. അതിന്റെ ഇടയ്ക്കാണ് എന്ത് ചേർക്കേണ്ടത്? ബട്ട്. ഇറ്റ് വാസ് ദ പീക്ക് അവർ ഓഫ് ദ ഡേ ഡാഷ് ഹി ഹാഡ് ടു സ്റ്റാൻഡ് ഇൻ ദി ബസ്. അപ്പൊ ഇത് ഭയങ്കര ഒരു ദിവസത്തിന്റെ പീക്ക് അവർ ആയിരുന്നു. ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു. ഹി ഹാഡ് ടു സ്റ്റാൻഡ് ഇൻ ബസ്. സ്വാഭാവികമായിട്ടും തിരക്കുള്ള ബസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിൽക്കേണ്ടി വരുമായിരിക്കും. സോ അവിടെ എന്താ വരേണ്ടത്? യെറ്റ്, ബട്ട്, ബിക്കോസ്, സോ. അതുകൊണ്ട് അവൾക്ക് നിൽക്കേണ്ടി വന്നു എന്നല്ലേ വരേണ്ടത്. അപ്പൊ സോ ആണ് ചേർക്കേണ്ടത്. അതുകൊണ്ട് എന്നാണ് അർത്ഥം. ബട്ട് എന്ന് വെച്ചാൽ എന്നാലെന്ന്. രണ്ട് ഓപ്പോസിറ്റ് കാര്യം. ഇത് ഓപ്പോസിറ്റ് കാര്യമല്ല. പീക്ക് അവർ ഓഫ് ദി ഡേ ആയതുകൊണ്ടാലാണ് നമുക്ക് നിൽക്കേണ്ടി വന്നത്. അപ്പൊ അത് തന്നെയാണ് മുമ്പിൽ പറയുന്നത് അതിന്റെ കാരണം, പിന്നീട് പറയുന്നതാണ് അവൾക്ക് ചെയ്യേണ്ടി വന്നത്. സോ അതിനിടയ്ക്ക് സോ. ബിക്കോസ് പറയുമ്പോൾ അതിന് ശേഷം കാരണം വരണം. ഹി അവോയ്ഡഡ് ഡാഷ് ദ ടീച്ചർ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അവോയ്ഡ്, എൻജോയ്, പിന്നെ കീപ്പ് അല്ലെങ്കിൽ കെപ്റ്റ്. ഇതിനെല്ലാം പാസ്റ്റ്. അവോയ്ഡഡ്, എൻജോയ്ഡ്, കെപ്റ്റ്, മൈൻഡ്. ഈ പറയുന്ന കുറെ വാക്കുകൾ ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നാലാണ് ഞാനിവിടെ എഴുതിയത്. ഇവ വന്നാൽ നമ്മൾ അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് എന്തായിരിക്കണം? ING ആയിരിക്കണം. ജെറൻ ഫോം ആയിരിക്കണം. അപ്പൊ ഹി അവോയ്ഡഡ് മീറ്റിംഗ് ദ ടീച്ചർ. ഐ വിഷ് ഐ ഡാഷ് ഹിസ് അഡ്രസ്. നമ്മൾ ഐ വിഷ് വന്നാൽ നമ്മൾ റൂൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? V2 ഫോമാ ചേർക്കേണ്ടത് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അഡ്രസ് അറിയാമായിരുന്നെങ്കിൽ. സോ അറിയാമായിരുന്നുവെങ്കിൽ. സോ ന്യൂ ആണ് V2.